ഇന്ന് നമ്മുടെ ഐനൂസിന് രാവിലെ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറുക്കാണ് കേട്ടോ, റാഗി കുറുക്കാണ്. അവൾ നേഴ്സറിയിൽ റാഗി കുറുക്ക് കഴിക്കാറുണ്ട് കേട്ടോ രാവിലെ. അതുകൊണ്ട് ഞാൻ വീട്ടിലും റാഗി കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾ നല്ലോണം ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അവളെ ചെന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഐനൂസും നേഴ്സറിയിൽ പോയിട്ടില്ല, ഞാനും ഇന്ന് വർക്കിന് പോകാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചടപടേന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തും പോലെ തന്നെ ബീഫാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തോടെ ബീഫിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടെ നമ്മൾ ബീഫ് ഫ്രിഡ്ജിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബീഫ് കറി വെച്ചു, പപ്പടം പൊരിച്ചു, അച്ചാറുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ നേരെ ചെന്നിട്ട് അടിച്ചുവാരി തുടക്കമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിച്ചുവാരി തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചതിൻ്റെ നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഷിനിക്കാക്ക വരാൻ നേരത്തിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എന്താ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നേരെ ചായ കാച്ചാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നമ്മൾ ഐനൂസും ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ കുറച്ച് നേരം മൂടോട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ തിളച്ചപ്പോഴത്തേക്കും രാത്രിത്തേക്കുള്ള ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അത് തിളക്കുമ്പോഴത്തേക്കും ഞാനത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഐനൂസിനും മാത്രമുള്ള ചായ മാത്രമേ എടുത്തിട്ടുള്ളൂ. സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എണീറ്റപ്പോൾ. അതുകൊണ്ട് തന്നെ മുറ്റത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാതിലൊന്ന് തുറന്ന് ചെറുതായിട്ട് നോക്കാം കേട്ടോ, മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് നേരം പോയി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നപ്പോൾ ഒരു പൂച്ചക്കൂട്ടിന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പൂച്ച തണുപ്പായതുകൊണ്ട് അവനിങ്ങനെ കയറി കിടന്നിട്ട് നമ്മൾ വീടിൻ്റെ വാതിക്കൽ ഒരു മെത്തല്ല ഒരു ചവിട്ടി ഉണ്ട്, അതിൻ്റെ മേളിൽ കിടക്കാട്ടോ. അപ്പോൾ നമ്മൾ അതിന് വിശേഷങ്ങൾ ചോദിക്കുകയാണ് പൂച്ചകൾ. പൂച്ചക്ക് വിശക്കുണ്ട്. ഈ ചപ്പാത്തി കൊടുക്കോ? നോക്കി വിശേഷം എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചായ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ചായ കുടിക്കാൻ നോക്കാണ് കേട്ടോ. നമ്മുടെ ഐനൂസിന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല എരിവുള്ള മിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു.